والصلاة والسلام على نبينا محمد وآله وصحبه أجمعين. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്ന ഈ ചെറിയ ജീവിതം അതിങ്ങനെ നമ്മളോട് പറയാതെ, നമ്മളെ കാത്തു നിൽക്കാതെ മുന്നോട്ട് പോകുമ്പോൾ അത് ഉപയോഗപ്രദമാക്കാൻ നമുക്ക് മുൻഗാമികൾ നൽകുന്ന ചില വസീയത്തുകൾ, ചില ഉപദേശങ്ങൾ, അതാണ് ഈ കിതാബിന്റെ ഉള്ളടക്കം. നമ്മൾ ഇന്നലെ പറഞ്ഞ് നിർത്തിയതുപോലെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഉപദേശം ആവശ്യവുമാണ്. വലിയ ഷെയ്ഖായാലും വലിയ ഖാദി ആയാലും, എത്ര വലിയ ആളായാലും എത്ര ചെറിയ ആളായാലും തദ്കീർ ആവശ്യമാണ് മനുഷ്യന്മാർക്ക്. കാരണം മനുഷ്യൻ അവന്റെ പ്രകൃതിപരമായ സ്വഭാവം അനുസരിച്ച് ഗഫ്ലത്തിലേക്ക് പോകുന്നവനാണ്. ഗഫ്ലത്ത് എന്ന് പറഞ്ഞാൽ അശ്രദ്ധ, അറിയായിട്ടല്ല, അറിയാം. കാര്യങ്ങൾ നമ്മൾ എത്ര കൊല്ലായി കേൾക്കാൻ തുടങ്ങിയിട്ട് ദീനിന്റെ കാര്യങ്ങൾ, തഖ്വയുടെ കാര്യങ്ങൾ, ആഖിറത്തിന്റെ കാര്യങ്ങൾ, ഹിസാബുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം. പക്ഷെ മനുഷ്യൻ എന്ന നിലക്ക് ഒരു ഓർമ്മക്കുറവ് വരാം, അശ്രദ്ധ സംഭവിക്കാം. ആ അശ്രദ്ധയിൽ നിന്ന് നമ്മളെ ഉണർത്തൽ ആണ് വിഷയം. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ അല്ലാഹു പറഞ്ഞത് ഫദക്കിർ ഫഇന്ന ദിക്റ തൻഫഉൽ മുഅ്മിനീൻ. ആർക്കാണ്? മുഅ്മിനീകൾക്കാണ്. ഫദക്കിർ, നിങ്ങൾ ഓർമ്മപ്പെടുത്തി നബിയെ. കാരണം ഫഇന്ന ദിക്റ, തീർച്ചയായും ആ ഓർമ്മപ്പെടുത്തൽ തൻഫഉൽ മുഅ്മിനീൻ, മുഅ്മിനുകൾക്ക് ഉപകാരപ്പെടും. അപ്പൊ മുഅ്മിൻ എന്ത് വരും? ഗഫ്ലത്ത് വരും. മുഅ്മിനീകൾക്കും അശ്രദ്ധ വരാം. ചില സഹാബാക്കളുടെ സംഭവങ്ങൾ കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മുന്തിരിത്തോട്ടത്തിനുള്ളിൽ കയറി നിസ്കരിക്കാൻ വേണ്ടി കൈവെട്ടി. പക്ഷെ ഒരു കുരുവി ആ തോട്ടത്തിലേക്ക് കയറി അതിന് പുറത്ത് പോവാൻ പറ്റാതെ അതിന്റെ ഉള്ളിൽ ഇങ്ങനെ കളിക്കാൻ തുടങ്ങി. അദ്ദേഹം നിസ്കരിക്കാണ്, പക്ഷെ ശ്രദ്ധ എന്തായിപ്പോയി? ഈ പക്ഷിയിലേക്കായിപ്പോയി. അവസാനം എത്ര റക്അത്താ നിസ്കരിച്ചെന്ന് അറിയാതെ സംശയം വന്നിട്ട് സലാം വീട്ടുന്ന അവസ്ഥ വന്നു. അത് ആർക്കും സംഭവിക്കാം. പക്ഷെ നിങ്ങൾ ഉപദേശിക്കും, ഓർമ്മപ്പെടുത്തി, അത് ഉപകാരപ്പെടും. ഉപകാരപ്രദമാവൻ ആർക്കാണെന്നും അല്ലാഹു സൂറത്തുൽ അഅലയിൽ പറഞ്ഞു. ഏതായത്? ഫദക്കിർ ഇൻ നഫഅതി ദിക്റ, ഓർമ്മപ്പെടുത്തൽ ഉപകാരപ്പെടുമെങ്കിൽ നീ എന്ത് ഓർമ്മിപ്പിക്കും. അതിന്റെ അർത്ഥം എന്താ അറിയാം? ഉപദേശം കൊടുക്കുന്നതിനും എന്തുണ്ട്? സമയവും കാലവും സാഹചര്യവും ഒക്കെ ഉണ്ട്. കള്ളു കുടിച്ച് പൂസായി കിടക്കുന്നതിന് മുമ്പ് പോയിട്ട് മോനെ എന്ത് കുടിയാ നീ കുടിക്കാൻ പാടുള്ളൂ, ഇത് ഹറാമല്ലേ? കാര്യമില്ല. കാരണം ഇന്നഫഅതി ദിക്റയിൽ പെടില്ല. ആ ഉപദേശം മോനെ അവിടെ ഒരിക്കലും എന്തില്ല, ഉപകാരപ്പെടില്ല. ഓ മത്തിലാണുള്ളത്, പാമ്പാണ്, ഒരു തിരിയില്ല. ഉപകാരപ്പെടുമെങ്കിൽ നീ ഉപദേശിക്കും. എന്നിട്ട് ആർക്കാണ് ഇത് ഉപകാരപ്പെടുക എന്ന് പറഞ്ഞു. ബാക്കി എന്താ? ഉപദേശങ്ങൾ ഉപകാരപ്പെടുന്നത് അല്ലാഹുവിന്റെ ഖശിയത്തുള്ള മനുഷ്യന്മാർക്കാണ്. അപ്പൊ അവർക്കും ഗഫലത്ത് വരും. അപ്പൊ അവർക്ക് എന്ത് ചെയ്യാം? ഖുർആനും ഹദീസും ഓതിയിട്ട് കാര്യങ്ങൾ കേൾപ്പിച്ചു കൊടുക്കുക. അപ്പൊ ഖശിയത്ത് ഖൽബിൽ ഉണ്ടെങ്കിൽ നസീഹത്ത് കേൾക്കുമ്പോൾ പെട്ടെന്ന് ശരിയായിട്ടല്ലോ തിരുത്തും മാറും. പക്ഷേ ചില ആളുകൾക്ക് ഉപദേശം ഉപകാരപ്പെടൂല. ഏറ്റവും പരാജയപ്പെട്ടവര് മാത്രമേ ഈ ഉപദേശത്തിൽ നിന്ന് മാറി നിൽക്കുകയുള്ളൂ. അവർക്ക് ആളുകൾ നന്മ പറഞ്ഞു കൊടുക്കുന്നത് ഇഷ്ടപ്പെടില്ല. അവരെന്ത് പറയും? നീ പറഞ്ഞിട്ട് പറയണ്ട, നമുക്ക് നേരത്തെ നമുക്കെല്ലാം അറിയാം. അങ്ങനത്തെ ആൾക്കാരുണ്ടാവും. യഹൂദികളെ വർത്താനാണ് നമ്മളെല്ലാം ഹൃദയം ഇൽമു കൊണ്ട്. ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് ഓതി കൊടുത്തപ്പോൾ അവർ പറഞ്ഞ വാക്കിയതാണ്. നമ്മൾ തോറാത്ത് ഇന്ത്യയിലെല്ലാം വായിച്ചിട്ട് ഗുൽഫാണ് ഹൃദയം, നിറഞ്ഞു കവിഞ്ഞ് നിൽക്കുക. ഇപ്പൊ നിന്റെ കേൾക്കാൻ നമുക്ക് സമയമില്ല. അങ്ങനത്തെ ആൾക്കാരുണ്ടാവും. അവർ അൽ അഷ്ഖയിൽ പരാജയപ്പെട്ടവരാണ്. അല്ലദീ യസ്ല നാറൻ കുബ്റ. അല്ലാഹു കാക്കട്ടെ.
അതുകൊണ്ട് ജീവിതത്തിൽ നമുക്ക് എപ്പോഴും അങ്ങനത്തെ ഒരു വഴികാട്ടിയും ഒരു ഉപദേശകനും ഒരു ഓർമ്മപ്പെടുത്തുന്ന ആളും ആവശ്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിയോഗിച്ചതിന്റെ പിറകിലുള്ള കാര്യം അള്ളാഹു പറഞ്ഞപ്പം ആ കൂട്ടത്തിൽ അള്ളാഹുവിന്റെ റസൂൽ അല്ലാഹ് വെച്ച പേരുണ്ട്. ഇന്ന അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറൻ വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജൻ മുനീറൻ. ഉപദേശകനാണ്, അറിയിച്ചിരുന്ന വഴികാട്ടുന്ന ആളാണ്. അപ്പൊ അതുകൊണ്ടാണ് മുൻഗാമികളുടെ ചില ഉപദേശങ്ങളെ ക്രോഡീകരിച്ച് അദ്ദേഹം ഈ കിതാബ് ക്രോഡീകരിച്ചിട്ടുള്ളത്. അതിൽ അദ്ദേഹം രണ്ടാമതായിട്ട് പറയുന്ന ഒരു ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നും ഇമാം ഹാക്കിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഷെയ്ഖ് അൽബാനി റഹ്മഹുല്ലാഹ് സ്വഹീഹാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഇമാം തിർമിദി റിപ്പോർട്ട് ചെയ്ത ഹദീസ്, ലാ തസൂലു ഖദമു ബിനി ആദം. മഹ്ശറിന്റെ അവസ്ഥയാ പറയുന്നു. നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നില്ലേ, ഇതേ നിൽപ്പ് നിൽക്കാനുണ്ട്, നിന്നേ പറ്റുള്ളൂ മഹ്ശറിൽ. അള്ളാഹു ഖുർആനിൽ പറഞ്ഞതല്ലോ, ഖബറുകളിൽ നിന്ന് എഴുന്നേറ്റിട്ട് അവർ ഓടും. ഇലാ നുസുബിൻ, നാട്ടി വെച്ചിരിക്കുന്ന ഒരു അടയാള കുറ്റിയിലേക്ക് ഓടി മത്സരിക്കുന്നവർ ഓടി അടുക്കുന്ന പോലെ ഇവർ മഹ്ശറിലേക്ക് ഖബറിന്റെ ഉള്ളിൽ നിന്ന് എഴുന്നേറ്റിട്ട് ഓടി വരും, വന്നേ പറ്റുള്ളൂ. അവിടെ കോടതിയാണ്, മാലോകരെ മുഴുവനും ഒരുമിച്ച് കൂട്ടുന്ന കോടതിയാണ്. ആ കോടതി പറഞ്ഞിട്ട് അള്ളാഹു ഖുർആനിൽ ചില സ്ഥലങ്ങളിൽ പേടിപ്പിക്കുന്നുണ്ട്. എവിടെയെന്നറിയോ? ഫല്ലാഹു യഹ്കുമു ബൈനഹും യൗമൽ ഖിയാമ ഫീമാ കാനൂ ഫീഹി യഖ്തലിഫൂൻ. ഇഖ്തിലാഫ് എപ്പോഴും ഹക്കും ബാത്തിലും തമ്മിലുള്ള ഉണ്ടാല്. ഒരു ഭാഗത്ത് ഹക്ക് ഉണ്ടാവും, ഒരു ഭാഗത്ത് ബാത്തിലുണ്ടാവും. ചില ആളുകൾ ഹക്കിന്റെ കൂടെ കൂടും, അതിന് ന്യായീകരിക്കും. ചില ആളുകൾ ബാത്തിലിന്റെ കൂടെ കൂടും, അതിന് ന്യായീകരിക്കും. അല്ലാഹു പറയാണ്, രണ്ടിന്റെയും ഇടയിൽ ഞാൻ തീർപ്പെടുക്കുന്ന ഒരു ദിവസം വരാനുണ്ട് മഹ്ശറിൽ, ഖിയാമത്ത് നാളിൽ. അതിന് മുമ്പ് നിങ്ങൾ ഹക്കിന്റെ ഭാഗത്തേക്ക് പോയിക്കൊള്ളുന്നായി പറയുന്നു. അല്ലെങ്കിൽ ഫല്ലാഹു യഹ്കുമു ബൈനഹും, അള്ളാഹു തീരുമാനം എടുക്കും. എല്ലാവരും ഉണ്ടാവും. ഖിയാമത്ത് നാൾ വരെ വരാൻ പോകുന്നവരും ഉണ്ടാവും, കഴിഞ്ഞ കാലത്തുണ്ടായവരുണ്ടാവും, ഇപ്പം നിലവിലുള്ള ആളുകളും അവിടെ ഉണ്ടാവും. അവിടെ ആകെ രക്ഷപ്പെടുന്ന ഒരു വിഭാഗമുണ്ട്. ആരായിരിക്കും? മനുഷ്യേതര ജീവികൾ, അവർക്കൊന്നുമില്ല. അതുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചില സമയത്തൊക്കെ പറഞ്ഞതായി, ഞാനൊരു വിറകായിരുന്നെങ്കിൽ, മരമായിരുന്നെങ്കിൽ എന്നെ വെട്ടിക്കൊണ്ടുപോയി മുഅ്മിനീങ്ങൾ അടുപ്പ് കത്തിച്ചിട്ട് ഉപകാരമെടുക്കുകയും ചെയ്യുമായിരുന്നല്ലോ. പക്ഷെ ഇതങ്ങനെ അല്ലല്ലോ. മരുഭൂമിയിലും മാനുകളെ കാണും. അപ്പോൾ പറയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഞാനും നിന്നെപ്പോലെ ഒരു മാനായിരുന്നെങ്കിൽ ആളുകൾക്ക് നിന്നോട് എന്തൊരു ഇഷ്ടമാണ്. നാളെ ആഖിറത്തിലോ നീ ഇതേപോലെ തന്നെ, നിനക്കൊരു പ്രശ്നമില്ല. പക്ഷെ അബൂബക്കറിന് ഹിസാബ് പറയേണ്ടി വരുമല്ലോ. എന്തായിരിക്കും അബൂബക്കർ സിദ്ദീഖിന് പറയേണ്ടി വരുന്ന ഹിസാബ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സ്വർഗത്തിൻ്റെ 8 വാതിലുകളും ചില ആളുകളെ വിളിക്കും. ഇതിലൊക്കെ ചോദിച്ചു, അങ്ങനെയുണ്ടോ നബിയെ? ഒരാളെ തന്നെ 8 വാതിലും വിളിക്കോ? റസൂലുള്ളാഹി പറഞ്ഞു, അർജു അൻ തകൂന മിൻഹും, നീ ആ കൂട്ടത്തിലാണ് അബൂബക്കർ. നിന്നെ സ്വർഗത്തിൻ്റെ 8 വാതിലും വിളിക്കും. എന്തൊരു നന്മയാ ചെയ്തിട്ടുണ്ടാവുക. നന്മയിൽ ആരെങ്കിലും ഇന്ന് രോഗിയെ സന്ദർശിച്ചോ? അന യാ റസൂലല്ലാഹ്, ഞാനുണ്ട്. ഇന്ന് ആരെങ്കിലും നോമ്പ് തുറപ്പിച്ചോ? അന യാ റസൂലല്ലാഹ്. ഇന്ന് മയ്യത്ത് പരിപാലനത്തിൽ ആരെങ്കിലും പങ്കെടുത്തോ? അന യാ റസൂലല്ലാഹ്. ഇന്ന് സദഖ ചെയ്ത ആരെങ്കിലും? അന യാ റസൂലല്ലാഹ്. എല്ലാത്തിനും അന യാ റസൂലല്ലാഹ്. അദ്ദേഹമാണ് ഈ പേടിച്ചിട്ട് ഈ പറയുന്നത്, ഞാനൊരു മാനായിരുന്നെങ്കിൽ നാളെ എന്നോട് എൻ്റെ റബ്ബ് പറയുമല്ലോ, കൂനു തുറാബ ഖലാസ്, മണ്ണായി പോയിക്കോളി, ഇനി ഒന്നുമില്ല. പക്ഷെ അബൂബക്കറിന് മറുപടി പറയേണ്ടി വരും. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൗ കാന ബഅദി നബിയ്യൻ ലകാന ഉമർ, എനിക്ക് ശേഷം ഒരു നബി വരുമായിരുന്നെങ്കിൽ, വരൂല, ലകാന ഉമർ. ലാമ തഅക്കീദിന്റെ ലാമാണ്, തീർച്ചയായും അത് ഉമറാകുമായിരുന്നു. അപ്പൊ എന്ത് ക്വാളിറ്റി അള്ളാഹുവിന്റെ റസൂല് കണ്ടിട്ടുണ്ടാവുക. അദ്ദേഹം വഫാത്താവുന്ന സമയം, ഷഹീദാവുന്ന സമയം, കുത്തുകൊണ്ട് കുടൽമാലകൾ പുറത്തേക്ക് ഇങ്ങനെ വീണ് കിടക്കുകയാണ് വയറ്റിൻ്റെ ഉള്ളിൽ നിന്ന്. മകൻ അബ്ദുല്ലാഹിബിൻ ഉമർ പാലോ വെള്ളമോ ഒഴിച്ചു കൊടുത്താൽ അത് കുടലിലൂടെ ഇങ്ങനെ പുറത്തേക്ക് ഒഴുകുന്ന അവർ കണ്ടോണ്ടിരിക്കുകയാണ്. അവസാന ടൈം ഉറപ്പിച്ചു. ആ സമയത്ത് വിളിച്ചു, മോനെ, അബ്ദുബിൻ ഉമറിന്റെ നെഞ്ചത്ത് തല വെച്ചിട്ടാണ് കിടക്കുന്നത്, എൻ്റെ തല നീ ഒന്ന് ഭൂമിയിലേക്ക് ഇറക്കി വെക്ക്. മോൻ പറഞ്ഞു, എനിക്ക് മനസ്സ് വരുന്നില്ല, ഉപ്പാന്റെ തല ഒന്ന് ഉപ്പ, മറ്റൊന്ന് ഉമർ, ഞാൻ എങ്ങനെ താഴെ വെക്കുക? ഞാൻ എൻ്റെ കണങ്കാലിലേക്ക് മാറ്റി വെച്ചു. പക്ഷെ എൻ്റെ ഉപ്പാക്ക് മനസ്സിലായി കാലും വരാനുള്ളത്.
ഉപ്പ പറഞ്ഞു, മോനെ എന്നോട് തറയിൽ വെക്കാനല്ലേ പറഞ്ഞേ, ചൂടായി. ഞാൻ തലയിൽ വെച്ചു. കവിള് മണ്ണിനോട് ചേർത്തിട്ട് ഉമർ ഇങ്ങനെ പറഞ്ഞു, സഖലത്ക ഉമ്മുക യാ ഉമർ, ഉമറേ, നിന്റെ റബ്ബ് നിനക്ക് പാപം മാപ്പ് ചെയ്തു തന്നില്ലെങ്കിൽ നീ എന്താക്കും? ഉമറ പറയുന്നു, നിന്റെ റബ്ബ് നിനക്ക് മഗ്ഫിറത്ത് തന്നിട്ടില്ലെങ്കിൽ നീ എന്ത് ചെയ്യും? 3 പ്രാവശ്യം ആവർത്തിച്ചു പറഞ്ഞു. ആരായി പറയുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഉമറേ, മദീനത്തൊരു വഴിയിൽ കൂടി നീ ഇങ്ങനെ വന്നാൽ അതിനപ്പുറത്ത് പിശാച് ശൈത്താൻ വന്നാൽ, സാക്ഷാൽ ശൈത്താൻ, അവൻ നിന്റെ വഴി വിട്ട് ലസലക ഫജ്ജൻ ഗൈറ ഫജ്ജിക്, നിന്നെ കണ്ട് പേടിച്ചിട്ട് വേറെ വഴി നോക്കിയിട്ട് പോകുന്നു പറഞ്ഞു. അല്ലാഹുവിന്റെ റസൂൽ കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ് ആണ്, നുബുവത്ത് കൊണ്ട് ഈ പറയുന്നത്, വെറുതെ പറയുന്നല്ല. പക്ഷേ അവർക്ക് പേടിയായിരുന്നു. എന്തിനാ അറിയോ? മഹ്ശർ, ഹിസാബ്. നമുക്ക് എന്ത് പേടിയാ പ്രിയപ്പെട്ടവരുണ്ട്, എന്ത് ബോധം അതിനെ പറ്റിയുള്ളത്? ഹിസാബ് അവിടെ വരാൻ പോകുന്നുണ്ട്. ചോദ്യം, ലാ യസാലു ലാ തസൂലു ഖദമു ബിനി ആദം, ആദമിന്റെ മകന്റെ കാല് അവന് അനക്കാൻ പറ്റൂല. യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ, മിൻ ഇൻദി റബ്ബിഹി, അവന്റെ റബ്ബിന്റെ ദർബാറിൽ നിന്നും, എന്ന് വെച്ചാൽ ഓടി ഒളിക്കാൻ പറ്റൂല. വജാഅ റബ്ബുക വൽ മലകു സഫൻ സഫൻ, അണിയണിയായിട്ട് മാലാഖമാരെ കൊണ്ട് മനുഷ്യരാശിയെ മുഴുവനും അള്ളാഹു മതില് കെട്ടിയിട്ട് അതിൻ്റെ ഉള്ളിലാക്കിയിട്ടുണ്ടാവും. വടങ്ങയില്ല, ഓടുന്ന ആൾക്കാരുണ്ടാവും. ഇവിടെ സാന്ദർഭികമായിട്ട് ഓർമ്മ വന്നപ്പോൾ പറയാം, ഈ വലിയ മഹ്ശറിൽ അള്ളാന്റെ റഹ്മത്തിന്റെ നോട്ടം അവന്റെ അടിമകൾക്ക് നേരെ ഉണ്ടാവും. കാരണം അവൻ റഹീമാണ്. അതുപോലും ഉണ്ടാവാത്ത 4 ആൾക്കാരുണ്ട് ഈ ഉമ്മത്തിൽ. ലോകത്ത് കഴിഞ്ഞു പോയ നമ്മുടെ ഉമ്മത്തിൽപ്പെട്ട ആളാണ്. 4 പേരുടെ നേരെ അള്ളാന്റെ റഹ്മത്തിന്റെ നോട്ടമേ ഉണ്ടാവൂല. ഫിർഔൻ, ഹാമാൻ, ഖാറൂൻ. അങ്ങോട്ട് റബ്ബ് തിരിഞ്ഞു നോക്കൂല. ആ കൂട്ടത്തിലായിരിക്കും നമ്മളെ കൂട്ടത്തിലുള്ള ഒരാൾ. എന്തായിരിക്കും അയാളുടെ ആ ഒരു കുറവ്? അയാളുടെ കൂട്ടത്തിലാവാൻ അല്ല, അതുണ്ട് പറയാം. നിസ്കാരം ഒഴിവാക്കുന്നവൻ, 5 നേരത്തെ നിസ്കാരത്തെ സൂക്ഷ്മതയോടെ നിർവഹിക്കാത്തവൻ ഈ പറയപ്പെട്ട ആളുകളുടെ കൂട്ടത്തിലായിരിക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തുകൊണ്ടറിയോ? മഹ്ശറിൽ അങ്ങോട്ട് അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ നോട്ടം ഉണ്ടാവുകയേയില്ല, അങ്ങോട്ട് തള്ളി മാറ്റും. ആ കൂട്ടത്തിൽ പറയപ്പെട്ട ആളാണ് നിര്യാണിക്ക് താഴെ വസ്ത്രമെടുക്കുന്ന ആള്. ലാ യൻദുറുല്ലാഹു ഇലൈഹിം യൗമൽ ഖിയാമ, അള്ളാഹു അന്ത്യനാളിൽ അവരെ നോക്കൂല. നമുക്കതിന്റെ ഗൗരവം മനസ്സിലാകുന്നില്ല. നമ്മളെപ്പോഴും ചോദിക്കും, ഒരു നിര്യാണിൻ്റെതായ പേനിൽ നീ എന്തുവായി പറയുന്നു? അല്ല, അത്ര വലിയ തെറ്റാറ്റ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വാക്ക് ദീനിയായിട്ട് പറയുമ്പോൾ അത് വഹ്യല്ലേ? അള്ളാഹു അങ്ങോട്ട് നോക്കൂല എന്ന് പറഞ്ഞാൽ അവന്റെ റഹ്മത്തില്ല അവിടെ, തീർന്നു, അവന്റെ കഥ കഴിഞ്ഞു. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. ആദം സന്തതികളുടെ കാല് ചലിപ്പിക്കാൻ കഴിയില്ല. ഹത്താ യുസ്അല അൻ ഖംസിൻ, 5 കാര്യങ്ങളെ പറ്റി ചോദിക്കുന്നത് വരെ എല്ലാവരോടും ചോദിക്കും. അംബിയാ മുർസലീങ്ങളോട് വരെ ഈ 5 ചോദിക്കും. കാരണം അവരും ബനു ആദമാണ്, അവരും ആദമിന്റെ മക്കളാണ്. അവരോടും ഈ 5 ചോദ്യം ഉണ്ടാവും. ഒന്നാമത്തെ ചോദ്യം അൻ ഉംരിഹി, അവന്റെ ആയുസ്സിനെ കുറിച്ച്. ഫീമ അഫ്നാഹു, എവിടെയാണ് അതിനെ അവൻ നശിപ്പിച്ചത്. എന്താ ആ വാക്ക് പറയാൻ കാരണം എന്താ അറിയോ? ജനങ്ങളിൽ ഭൂരിപക്ഷവും ആയുസ് നശിപ്പിക്കുന്നവരാണ്, ഉപയോഗപ്പെടുത്തുന്നവരല്ല. ഇവിടെ നമ്മൾ എത്രയേ ചിന്തിക്കേണ്ടതെന്നറിയോ? സഹാബത്തിനോട് അഥവാ അള്ളാഹു ഉംറിനെ പറ്റി ചോദിച്ചാൽ അവർക്ക് അക്കമിട്ട് എണ്ണി നിരത്തി പറയാനുണ്ടാവും, ഞാൻ എൻ്റെ ആയുസ് കൊണ്ട് എന്താ ആക്കിയത്. നമ്മളോട് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാനുണ്ടാവും? ചിന്തിച്ചേ പറ്റൂ, ഉത്തരം കണ്ടെത്തിയേ പറ്റൂ. ഞാനും നിങ്ങളോരോരുത്തരും. കാരണം ഇതൊരു സംശയം പറയുന്നല്ല. ചിലപ്പോൾ അവിടെ ചോദ്യം വന്നേക്കാട്ടോ. ടീച്ചർമാർ അങ്ങനെ പറഞ്ഞു തരാ, ഒരു ക്വസ്റ്റ്യൻ ബോർഡിൽ എഴുതിയിട്ട് ഈ ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്, നോക്കി വെച്ചോ. ചില ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് പറയും ഇത് വിട്ടേക്ക്, അത് ഉണ്ടാവില്ല. പക്ഷെ ഇതങ്ങനെയല്ല, ഈ ചോദ്യം ഉണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാണ്. അള്ളാഹു ബോധം നൽകി അനുഗ്രഹിക്കട്ടെ. പ്രസംഗിക്കാൻ എളുപ്പമാണ്. എന്താക്കിയുമായി ആയുസ് എത്രയാ തന്നത്? പ്രായപൂർത്തി വരെ ഒരു പ്രശ്നമില്ല. പ്രായപൂർത്തിയായത് വരെ എന്തായാലും പറയാ ഫ്രീ ബേർഡ്, എവിടെയും പറക്കാം, എന്തും ചെയ്യാം, ഒരു കുഴപ്പമില്ല. കാരണം ഹിസാബില്ല. പ്രായപൂർത്തിക്ക് മുമ്പ് മരണപ്പെട്ടു പോയ കുട്ടികളെ സംബന്ധിച്ച് അഖീദന്റെ ഉലമാക്കൾ പറഞ്ഞു, അവർ
യതൂഫു അലൈഹിം ബിൽദാനും മുഖല്ലദൂൻ. സ്വർഗവാസികൾക്ക് വെള്ളം കൊണ്ടു കൊടുക്കുന്ന സേവകന്മാരായിരിക്കും. കാഫിറുകൾ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്, അവരും സ്വർഗത്തിലായിരിക്കും എന്നുള്ളത്. ഇഖ്തിലാഫ് ഉണ്ടെങ്കിലും പ്രബലമായ അഭിപ്രായം കാഫിരീങ്ങളെ മക്കളും പ്രായപൂർത്തിക്ക് മുമ്പ് സ്വർഗത്തിലാണ് എന്നാണ്. കാരണം ഒന്നുമില്ല, ബിൽദാസ്. പക്ഷെ പ്രായപൂർത്തി തൊട്ട് മരിക്കുന്ന അവസാനത്തെ തീയതി വരെയുള്ള ഹിസാബാണ് അൻഉംരിഹി. നമുക്ക് എന്താ പറയാനുണ്ടാവുക റബ്ബിനോട്? അള്ളാഹു എങ്ങനെ ചോദിക്കാന്നറിയോ? ഒളിപ്പിച്ചു വെക്കാൻ കഴിയില്ലല്ലോ. എന്തുണ്ട്? കാരണം എന്തുണ്ട്? കിറാമുൻ കാതിബീൻ യഅലമൂന മാ തഫ്അലൂൻ. നിങ്ങൾ ചെയ്യുന്നതെല്ലാം അറിയുന്ന മാന്യന്മാരായ എഴുത്തുകാരുണ്ട് നിങ്ങളെ ഓരോരുത്തരുടെയും കൂടെ. എന്താ മാന്യന്മാരെന്ന് പറയാൻ കാരണം? ചിലപ്പം പാവം പറ്റിപ്പോയതല്ലേ, ഇന്ന് വേണ്ട, അത് വിചാരിക്കില്ല. അല്ലെങ്കിൽ വേറെ എഴുത്താൽ ഇവന് ഒന്ന് എഴുതിയാൽ പോലെ, ഇവൻ്റെ കുരുത്തക്കറ് കണ്ടില്ലേ, 2 കിടക്കട്ടെ, അതുമില്ല. എന്താണോ അത് കൃത്യമായിട്ടുണ്ടാവും. അതാണ് അള്ളാഹു നമ്മളെ കൈമേൽ തരിക. സൂറത്തുൽ കഹ്ഫ്, ഇഖ്റ കിതാബക് ഇഖ്റ കിതാബക് കഫാ ബിനഫ്സിക അൽയൗമ അലൈക ഹസീബ. ഞാൻ നിന്നോട് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല മോനെ, നീ വായിച്ചു നോക്കി. എന്നെ പറയാ ഇഖ്റ കിതാബക്, നീ ഇതാ നിന്റെ കിതാബായി, വായിച്ചു നോക്കിയ. കഫാ ബിനഫ്സിക അൽയൗമ ഹസീബ. ഇന്ന് വിചാരണക്ക് പകരം ആ കിതാബ് മതി. നീ എന്ത് ചെയ്ത്, എന്ത് പറഞ്ഞ്, എവിടെ പോയി, എവിടെ വന്ന്, എന്താക്കി, ഇതാക്കി എല്ലാം അതിലുണ്ട്. അപ്പോഴവൻ പറയാ മാലി ഹാദൽ കിതാബ്, ഓഹോ ഇതെന്തൊരു കിതാബാണ് റബ്ബേ, ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ. എല്ലാം ചെറുതും വലുതും വിട്ട ശ്വാസം അങ്ങോട്ട് ഇങ്ങനെ നോക്കിയതും അതിലുണ്ട്. ഇന്ന സമയത്ത് ഇന്ന സ്ഥലത്ത് ഇങ്ങനെ നോക്കിയിട്ടുണ്ട്. വവജദൂ മാ അമിലൂ ഹാദിറാ. ലൈവായിട്ട് അള്ളാഹു കാണിച്ചു തരും. കിതാബ് വായിക്കുമ്പം ആ ചെയ്തതും പറഞ്ഞതും മുമ്പിൽ അവൻ കാണും ലൈവ്. സഹാബത്തിന് ആ ലൈവ് മനസ്സിലാവില്ല, നമുക്ക് മനസ്സിലാവും. സഹാബാക്കൾക്ക് വവജദൂ മാ അമിലൂ ഹാദിറാ പറഞ്ഞപ്പം പിന്നെ സയൻസ് അത്ര എത്തിയിട്ട. ഇന്ന് നമുക്ക് മനസ്സിലായി. ഞാൻ ഇവിടുന്ന് പ്രസംഗിക്കുന്നത് ഇപ്പൊ അമേരിക്കയിൽ നിന്ന് കാണാൻ പറ്റും. വവജദൂ മാ അമിലൂ ഹാദിറ, അവർ ചെയ്തത് അവിടെ അവർക്ക് ലൈവായിട്ട് കണ്ടെത്താം. ബാക്കി എന്താ? സുബ്ഹാനല്ലാഹ്, വലാ യദ്ലിമു റബ്ബുക അഹദ. നിന്റെ റബ്ബ് ആരോടും ദുൽമ കാണിക്കുന്നില്ല. ഇതൊക്കെ നീ ചെയ്തത്, നീ പറഞ്ഞത്, ചെയ്യണ്ട പറയണ്ടെന്ന് കുറേ പറഞ്ഞിട്ടേ, എന്നിട്ടും നീ ചെയ്തു, എന്നിട്ടും നീ പറഞ്ഞു, അതേ ഉള്ളൂ. എന്തിന് ചെയ്തു അതിൻ്റെ മറുപടി നീത്താ. എന്ത് കൊടുക്കും മറുപടി അള്ളാഹിനോട്? കളവ് പറയാൻ കഴിയില്ല, ഉറപ്പാണ്. കാരണം കളവ് പറയണമെങ്കിൽ കളവ് പറയാൻ ഉപയോഗിക്കുന്ന സാധനം ഇതാണ്. ഇതിനെന്താക്കിയിട്ടുണ്ട്? അല്ലൗ നഖ്തിമു അലാ അഫ്വാഹിഹിം, സീല് വെച്ചു, മിണ്ടാൻ കഴിയില്ല. വതുകല്ലിമുനാ ഐദീഹിം, കൈ വർത്താനം പറയും. വതശ്ഹദു അർജുലുഹും, കാല് സാക്ഷ്യം പറയും. ഇത് ഖുർആനാണ്. ഖുർആൻ എൻ്റെയും നിങ്ങളെയും റബ്ബ് നമുക്ക് പറഞ്ഞു തരാണ് വരാനിരിക്കുന്നൊരു സംഭവം. യൗമുൽ ഖിയാമയിലെ മഹ്ശറിലെ നമ്മളെ അവസ്ഥ പറഞ്ഞു തരാണ്. വതശ്ഹദു അർജുലുഹും, ആ സമയത്താണ് മനുഷ്യന്മാർ പറയുക കൈകാലുകളോട്, അവയവങ്ങളോട്, ലിമ ഷഹിദ്തും അലൈന, നിങ്ങൾ എന്ത് മനുഷ്യന്മാരാണ്, നിങ്ങൾ കൈയും കാലും കന്തും നിങ്ങളെ സുഖത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതെല്ലാം ചെയ്ത്. നഫ്സ് കണ്ണിന്റെ സുഖത്തിന് വേണ്ടിയിട്ടാണ് ഹറാമ് നോക്കിയത്, കാതിന്റെ സുഖത്തിന് വേണ്ടിയിട്ടാണ് ഹറാമ് കേട്ടത്. ഇപ്പൊ ആ കണ്ണും ആ കാതും എനിക്ക് എതിരെ സാക്ഷിയാണ്. ലിമ ഷഹിദ്തും അലൈന, നിങ്ങളെന്താ ഇങ്ങനെ കാണിക്കുന്നത്, ചതിയന്മാര്, വഞ്ചകന്മാര്. അപ്പൊ അവര് പറയുന്ന, അല്ലാഹു പറയാണ്, ഖാലു, അവര് പറയും, അൻതഖനല്ലാഹു അല്ലദീ അൻതഖ കുല്ല ശൈ, എല്ലാത്തിനെയും സംസാരിപ്പിച്ച റബ്ബ് നമ്മളെയും സംസാരിപ്പിച്ചു. നമുക്ക് സത്യം മാത്രം പറയാനേ അറിയുള്ളൂ. കളവ് പറയരുത്, നിന്റെ ജോലിയാണ്. കള്ളം നീയാണ്, നമുക്ക് സത്യം പറയാൻ പറ്റുള്ളൂ. ഉള്ള പോലെ പറഞ്ഞു. എന്ത് ചെയ്യും? ലൗ യഫ്തദി, അള്ളാഹു പറഞ്ഞു, യൗമഇദിൻ യവദ്ദുൽ മുജ്രിം, ഈ തോന്നിവാസികൾ അന്നവിടെ ദർബാറിൽ ഞാൻ വിചാരണ ചെയ്യുന്ന സമയം കൊതിക്കും. ലൗ യഫ്തദി മിൻ അദാബി യൗമിഇദിൻ, ഇന്നേ ദിവസത്തെ അദാബിൽ നിന്ന് ഫിദിയ കൊടുത്ത് രക്ഷപ്പെടാൻ ശ്രമിക്കും. ഫിദിയ മീൻസ് പകരം കൊടുത്തിട്ട് രക്ഷപ്പെടുക. ആരെ? ബിബനി, മക്കളെ. എന്തിനറിയോ? ഇതെന്റെ മക്കളിതാ, ഞാൻ പോറ്റി വളർത്തിയ മക്കള് പിടിച്ച് നരകത്തിലിട്ടോ, പക്ഷെ എന്നെന്ത് ചെയ്യണം? രക്ഷപ്പെടുത്തണം. മക്കളെ കൊടുക്കും. വസാഹിബതിഹി, സഹധർമ്മിണിയെ, പൊണ്ടാട്ടിനെ, കൽക്കണ്ടിനെ,
നമ്മളെ ഫോണിലുള്ള മൈ കൽക്കണ്ടിയില്ലേ, ആ കൽക്കണ്ടിനെ എടുത്ത് കൊടുക്കും, ഇട്ടോ കത്തിച്ചോ, എന്നെ രക്ഷപ്പെടുത്തിയാൽ മതി. വഅഖീ, കൂടപ്പിറപ്പിനെ, വഫസീലതിഹില്ലതി തുവി, കുടുംബാദികൾ, ബന്ധുമിത്രാദികൾ എല്ലാവരും എടുത്തോ. വമൻ ഫിൽ അർദി ജമീഅൻ, മാലോകരെ മൊത്തം ഞാൻ നിങ്ങൾക്ക് തരാം, എങ്ങനെങ്കിലും എടുത്ത് കൊണ്ടുതരാം. സുമ്മയുൻജി, പക്ഷെ എന്നെ ഒന്ന് കാത്തോളണം. പക്ഷെ എൻ്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്രയും ആൾക്കാരെ പറഞ്ഞപ്പോഴും രണ്ടുപേരെ അതിൽ നിന്ന് ഒഴിവാക്കി. ആരെയാ? ഉപ്പാനെയും ഉമ്മാനെയും. സുബ്ഹാനല്ലാഹ്. മുഫസ്സിരീങ്ങൾ പറഞ്ഞെന്താ അറിയോ? അവിടെ ഉപ്പാനെയും ഉമ്മാനെയും അള്ളാഹു പറയാത്തതിൻ്റെ കാര്യം എന്താ അറിയോ? അവിടെ ഉപ്പാനെയും ഉമ്മാനെയും പകരം എടുത്തിട്ട് നീ എന്നെ രക്ഷപ്പെടുത്തുക എന്ന് പറഞ്ഞ താമസം ഓനെ പിടിച്ച് നഗരത്തിലേക്ക് ഇടും. കാരണം അവർ പകരം വെക്കാനുള്ളവരല്ല, അവരെ നമുക്ക് അദാബിന് പകരം കൊടുക്കാൻ പറ്റിയവരല്ല, അവരെ അങ്ങനെയല്ല റബ്ബ് കാണുന്നത്. പിന്നെ നമ്മൾ എത്ര പരിഗണിക്കണം ഉപ്പാനെയും ഉമ്മാനെയും, എത്ര സൂക്ഷിക്കണം ഉപ്പാനെയും ഉമ്മാനെയും. പൊന്നുപോലെ കിരീടം കണക്കെ മെരിക്കുന്നവരെ അവരെ തലയിൽ കൊണ്ട് നടന്നേ പറ്റൂ, അള്ളാഹുവിന് എതിരി കാണിക്കാൻ പറയാത്തിടത്തോളം കാലം. വേറെ എന്ത് വിഷയം വന്നാലും, ദുനിയാവിൻ്റെ എന്ത് കാര്യമായിക്കോട്ടെ. ഉണ്ടല്ലേ നമ്മൾ ഇന്ന് രാവിലെ ഹദീസ് വായിച്ച നമ്മൾ, ഒരാൾ മൻ അദ്റക അബവൈഹി അൽ കിബർ, വയസ്സുകാലത്ത് മാതാപിതാക്കളെ കിട്ടിയ ഒരുത്തൻ, പക്ഷെ ഫലം യുദ്ഖിലാഹു അൽ ജന്ന, ആ ഉപ്പയും ഉമ്മയും അവനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തില്ല എന്ന് പറഞ്ഞാൽ ആ ഉപ്പാനും ഉമ്മാനെയും നോക്കേണ്ട പോലെ നോക്കില്ല. ദുനിയാവിൻ്റെ ഒരു കാര്യത്തിനും ഉപ്പാക്കും ഉമ്മാനോടും ഇല്ല എന്നൊരു വാക്ക് നമ്മുടെ നാവൊന്ന് വരാനേ പാടില്ല. കാരണം അത് ആഖിറത്തിൽ വലിയ തടസ്സമായി മാറും, ബമ്പൻ തടസ്സമായിരിക്കും. ആർക്കും നികത്താൻ കഴിയില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം അള്ളാഹു ഉപ്പാനെയും ഉമ്മാനെയും പരിഗണിക്കുക തന്നെ ചെയ്യും. അവിടെ അല്ലാഹു റസൂൽ പറഞ്ഞത് റിദർ റബ്ബി ഫീ റിദൽ വാലിദൈൻ. ഇത് കാഫിറിനോടല്ല പറയുന്നത്, സഹാബാക്കളോടാ പറയുന്നത്. ഇതാ എന്ത് വന്നാലും ഓക്കെ, എൻ്റെ സഹാബി തന്നെ ഓക്കെ, മുവഹിദാണ് ഓക്കെ, ജിഹാദ് ചെയ്ത് ഷഹീദായ ആൾക്കാർ തന്നെ ഓക്കെ, പക്ഷെ റിദർ റബ്ബി, അള്ളാഹിന്റെ തൃപ്തി, ഫീ റിദൽ വാലിദൈൻ, പന്നുമ്മാൻ്റെ തൃപ്തിയിലാണ്. വസുഖ്തുർ റബ്ബി ഫീ സുഖ്തിൽ വാലിദൈൻ. ഒരു മുവഹിദായ മനുഷ്യൻ, മുത്തബിഉസ് സുന്ന, നല്ലൊരു ധർമ്മിഷ്ഠൻ, നല്ല സൽസ്വഭാവി, പക്ഷെ ഉപ്പാനോട് മുണ്ടൂല. ഉപ്പാനെ കണ്ട ഇങ്ങനെ മോദിക്കും, ഉമ്മാനെ കാണാൻ പോക്കില്ല. ഉമ്മ എന്തോ ആയിക്കോട്ടെ, എനിക്കെന്താ. വല്ലാഹി സുമ്മ വല്ലാഹി, അവൻ അള്ളാഹിൻ്റെ കോടതിയിൽ 8 പൊട്ടിയവനാണ്. അവൻ്റെ തൗഹീദ് വരെ പരിഗണിക്കപ്പെടില്ല. കാരണം ഖുർആൻ പറഞ്ഞെന്താ, വഖദാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാന. അവിടെ ആ ഉപ്പാനെയും ഉമ്മാനെയും അള്ളാഹു അവിടെ ചേർത്തില്ല. അതൊന്നും പറയൂല, ബാക്കി എല്ലാവരെയും തരാം. സുമ്മയുൻജി, എന്നൊന്ന് രക്ഷപ്പെടുത്തിത്താ അല്ലാഹ്. ഇതായിരിക്കും അവിടുത്തെ വർത്താനം. പക്ഷെ അവിടെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെയും നിങ്ങളെയും മറക്കൂല. പെട്ടെന്നൊരു ഹദീസ് ഓർമ്മ വന്നു. ഇന്നലെ നമ്മൾ രാത്രി സുബഹയ്ക്ക് പറഞ്ഞൊരു ഹദീസ് ഉണ്ട്. അള്ളാഹിൻ്റെ റസൂൽ നമ്മളെ മറക്കാതിരിക്കാൻ, അത് മറക്കൂല. പക്ഷെ ആ റസൂലിൻ്റെ ഷഫാഅത്തിൽ നമുക്കൊരു മെമ്പർഷിപ്പ് കിട്ടാൻ ഒരു ചെറിയ സംഗതി ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഏതാ? ഇദാ സമിഅ്തുമുൽ മുഅദ്ദിൻ, നിങ്ങൾ മുഅദ്ദിനെ കേട്ടാൽ ഫഖൂലു മാ യഖൂൽ, മുഅദ്ദിൻ പറയും പോലെ നിങ്ങളും പറയുക. അങ്ങനെ ബാങ്ക് കഴിഞ്ഞാൽ ഫസല്ലു അലയ്യ, ബാങ്ക് കഴിഞ്ഞാൽ ആദ്യത്തെ സുന്നത്ത് എന്താണ്? സ്വലാത്ത് ചൊല്ലണം. വസലൂനി അൽ വസീല, എന്നിട്ട് എനിക്ക് വേണ്ടി നിങ്ങൾ വസീലത്ത് ചോദിക്കണം. അത് ഭൂലോകത്തുള്ള സർവ്വ മനുഷ്യരിലും ഒരാൾക്കേ കിട്ടുള്ളൂ. വഅർജു അൻ അകൂന അന ഹുവ, അത് ഞാനാണെന്ന് ഞാൻ വിചാരിക്കുന്നു. സുഹൈ പറഞ്ഞു തന്നു, അതെനിക്ക് കിട്ടാൻ തന്നെ നിങ്ങൾ ദുആ ചെയ്യണം അല്ലാഹുവോട്. അത് ആരെങ്കിലും വസീല എനിക്ക് വേണ്ടി ചോദിച്ചാൽ ഹല്ലത്ത് ലഹു അശ്ശഫാഅ, എൻ്റെ ഷഫാഅത്ത് അവന് കിട്ടും. എത്ര ആൾ ചോദിക്കുന്നുണ്ട് ബാങ്ക് ദുആ? ശൈത്താൻ മറപ്പിക്കുന്നൊരു ദുആയാണത്. എന്താ ദുആ? ഏതാ? അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി താമ്മ വസ്സലാത്തിൽ ഖായിമ ആതി മുഹമ്മദനിൽ വസീല വൽ ഫദീല വബഅസ്ഹു മഖാമൻ മഹ്മൂദൻ അല്ലദീ വഅദ്ത. അതില്ല, അതുകൊണ്ടാണ് ഞാൻ പറയിപ്പിച്ചേ. അതില്ല. അതെ, നല്ല ദുആയാണ്. നല്ല ദുആയാണ് സംഭവം, നല്ല ദുആയാണ്. പക്ഷെ റസൂൽ പഠിപ്പിച്ചിട്ടില്ല, അതാണ് പ്രശ്നം.
ഇതിന് ബിദ്അത്തുൻ ഇദാഫി എന്ന് പറയും. ബിദ്അത്ത് പല വിഭാഗമുണ്ട്. അസ്ലി ഉണ്ട്, ഇദാഫി ഉണ്ട്, ഫറഈ ഉണ്ട്. ഇത് ബിദ്അത്തുൻ ഇദാഫി എന്ന്. ദുആ നല്ല ദുആ. കാരണം എന്താ അറിയോ, എൻ്റെ ഷഫാഅത്ത് ഇത് പറഞ്ഞോന് കിട്ടും റസൂലുള്ളാഹി പറഞ്ഞല്ലോ. അപ്പോൾ ഇതിൻ്റെ കൂടെ എന്ത് ചേർത്തു? എന്നാൽ പിന്നെ അത് കിട്ടാൻ വേണ്ടി ഒന്ന് ചോദിച്ചാളയാ, എന്നിട്ട് എന്ത് ചെയ്തു? ദുആയാക്കി. അത് പറ്റൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് മാത്രം, ഉള്ളതിനോടൊപ്പം നമ്മൾ നമ്മളെ വക ചേർത്തു. അപ്പോൾ അവിടം വരെ സുന്നത്ത്, അതിനുശേഷം ബിദ്അത്ത്. അത് പറ്റൂല. അതേപോലെ വദ്ദറജത്തുർ റഫിയ, അതും ഹദീസിൽ വന്ന ദുആയിൽ ഇല്ല. അതും ചെയ്യാൻ പറ്റൂല. പിന്നെ സലാത്ത് ഫസ്റ്റ്. പിന്നെ ടൂണൊപ്പിക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കുന്ന വിധേയത്തുണ്ട്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം. അതുണ്ടെങ്കിൽ അവിടെ മറ്റേ നോക്കൂ. ഏത് നമ്മളെ യേശുദാസ് പറയുന്ന സാധനമല്ലേ, എന്ന് പറയാ രാഗമല്ലപ്പ, സംഗതി. സംഗതി വെക്കൂല അവിടെ നിർത്തിയാൽ. അപ്പം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് അതില്ല, അത് പറയാൻ പറ്റൂല. സംഭവം നല്ല ദുആയാണ്, നല്ല അർത്ഥമാണ്. പക്ഷെ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച ഈ രണ്ട് വാക്കേ ഉള്ളൂ. നമ്മൾ ടൂൺ ഇതാവാൻ വേണ്ടി എന്ത് ചെയ്തു? മൂന്നാമത്തെ ചേർത്തു. അത് വിദഅത്തായി. പറ്റൂല. ദീനതാണ്, ഇസ്ലാമിൻ്റെ പ്രത്യേകത അതാണ്. സംഭവം നല്ല കാര്യം തന്നെ ആയിക്കോട്ടെ, അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടില്ലേ, നല്ലതാണെങ്കിലും ഖലാസ് പറ്റൂല. അതാണ് ദീൻ, അതാണ് ദീനിൻ്റെ കണിശത. മഖാല അല്ലാഹ് വ മഖാല റസൂലുള്ളാഹ് ഖലാസ്. ഉറക്കിൻ്റെ ദുആ പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു, اللهم أسلمت نفسي إليك ووجهت وجهي إليك وفوضت أمري إليك وألجأت ظهري إليك رغبة ورهبة إليك لا ملجأ ولا منجا منك إلا إليك آمنت بكتابك الذي أنزلت وبنبيك الذي أرسلت. ഇതാണ് ദുആ. എന്നിട്ട് ആ സഹാബിയോട് റസൂൽ പറഞ്ഞു, പറ ഇനി നീ പറ, ഞാൻ കേൾക്കട്ടെ. സഹാബി ഇങ്ങനെ പറഞ്ഞു വന്നിട്ട് പറഞ്ഞു, വബി റസൂലിക്കല്ലദീ അർസൽത. സഹാബി പറഞ്ഞതിൻ്റെ കാര്യം എന്താ? നബിനേക്കാളും കുറച്ച് കൂടിയ ആളാണ് റസൂല്. അപ്പം നബിക്ക് സന്തോഷമായിക്കോട്ടെ, ഞാൻ അങ്ങനെ പറഞ്ഞിട്ട്. നബി പറഞ്ഞു, ഞാൻ അങ്ങനെ ഉണ്ടെന്ന് എന്നെ പഠിപ്പിച്ചേ, നബിക്കാന്നല്ലേ അത് പറഞ്ഞാൽ മതി, റസൂല് പറയണ്ട. സുബ്ഹാന, എന്തൊരു നല്ല ദീനാണ്, എത്ര കൃത്യമാണ് ദീൻ. അതായത് നമ്മൾ എന്തെല്ലോ ചെയ്തിട്ട് വിയർക്കേണ്ട കാര്യമൊന്നുമില്ല, ചെയ്യാൻ പറഞ്ഞത്ര ചെയ്താൽ മതി, ഇത്രയേ ഉള്ളൂ. അതാണ് ദീൻ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആ ദിവസം ഒരു ശഫാഅത്തുണ്ട് യൗമൽ ഖിയാമ. അന്ന് ആദ്യത്തെ ചോദ്യം അൻ ഉംരിഹി ഫീമാ അഫ്ന. സഹാബക്കൾ ബിലാൽ ബിൻ റബാഹ് റളിയല്ലാഹു അൻഹു പറയും, അല്ലാഹുവേ, ആ മക്കത്തെ മണലുകൾ എനിക്ക് സാക്ഷിയാണ്, അതിനോട് ചോദിച്ചാൽ മതി ഞാൻ എൻ്റെ ആയുസ് എന്താ ചെയ്തത്. ഖബ്ബാബ് ബിനുൽ അറത്ത് റളിയല്ലാഹു അൻഹു, ഖബ്ബാബിൻ്റെ ചരിത്രമൊക്കെ ഒന്ന് വായിക്കണം. നമ്മളെ പിള്ളേർക്ക് സഹാബാക്കളെ താരീഖ് വീട്ടിൽ വായിച്ച് കേൾപ്പിച്ചു കൊടുക്കണം. കുറേ കിതാബുകളുണ്ട്, മലയാളത്തിലും കിട്ടാനുണ്ട്. ഖബ്ബാബിനെ ഉമ്മു അൻമാർ എന്ന് പറയുന്ന ഒരു പെണ്ണുങ്ങളാണ് ഖബ്ബാബിനെ വില കൊടുത്ത് വാങ്ങിയത്. ഉമ്മു അൻമാർ ഇവരെന്താ ചെയ്യുന്നറിയോ? ഈ ഇരുമ്പിൻ്റെ ചട്ട ചൂടാക്കും, എന്നിട്ട് ഖബ്ബാബിനെ കൊണ്ട് ഇടിയിപ്പിക്കും. നമ്മളിപ്പോൾ ചൂട് കാലത്ത് ഒഴിവാക്കുന്ന സിൽക്കിൻ്റെ ഡ്രസ്സ് ഇടൂലല്ലോ, എന്താ കാര്യം? ചൂട് കഴിയുന്നില്ല, കുപ്പായം, തുണി, ഇരുമ്പിൻ്റെ ചട്ട പഴുപ്പിച്ചിട്ട് ഖബ്ബാബിനെ ധരിപ്പിക്കും. ദീനു വേണ്ടിയിട്ടാണ്. അൻ ഉംരിഹി ഫീമാ അഫ്ന, എന്താ ആയുസ് എന്താ ആക്കിയിടാന്ന് ചോദിച്ചാൽ ഖബ്ബാബ് അതങ്ങ് പറഞ്ഞു കൊടുക്കും, ഞാൻ ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. നമ്മളോ ഖബ്ബാബിൻ്റെ തലയിൽ ഇരുമ്പിൻ്റെ പാത്രം ചൂടാക്കിയിട്ട് തലയിലിട്ട് കൊടുക്കും. ഖലത്തിൻ്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇത് കണ്ടു. ഖബ്ബാബ് പറഞ്ഞു, നബി എനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യുക. കാരണം റസൂലുള്ളാഹിക്ക് ഒന്നും ചെയ്യാൻ ഫസ്റ്റ് ടൈമാണ്. അള്ളാഹുവിൻ്റെ റസൂൽ, അല്ലാഹുവേ, അല്ലാഹു മൻസുർ ഖബ്ബാബ, അല്ലാഹുവേ നീ ഖബ്ബാബിനെ സഹായിക്കണേ. താരീഖിൻ്റെ ഉലമാക്കൾ പറഞ്ഞെന്താ അറിയോ? കുറച്ച് കഴിഞ്ഞപ്പം ഉമ്മു അൻമാർക്കൊരു തലവേദന പിടിപെട്ടു. മുഅ്മിനീങ്ങളെ തൊട്ട് കളിച്ചവൻ അനുഭവിക്കാണ്ട് ദുനിയാവൊന്നും പോവില്ല. കണ്ടിട്ടേ ഓരോരുത്തരെ കാണുന്നില്ലേ? നമുക്കിന്ന് പച്ചക്ക് ഓരോന്നിനെ കാണാനുണ്ടല്ലോ ദുനിയാവിൽ തന്നെ. മുഅ്മിനുകളെ തൊട്ടവൻ, ഇസ്ലാമിൻ്റെ ഷിആറുകളെ തൊട്ടവൻ അള്ളാഹു അങ്ങനെ വെറുതെ വിടൂല. ഹിദായത്ത് കൊടുത്തോണ്ട് രക്ഷപ്പെട്ടു, ഓനോക്കെ. അല്ലേ അവനെ അള്ളാഹു അനുഭവിപ്പിച്ചിട്ടേ ദുനിയാവൊന്ന് കൊണ്ടുപോവുള്ളൂ. അത് അള്ളാഹിൻ്റെ സുന്നത്താണ്, അങ്ങനെ സുഖിപ്പിച്ചിട്ട് വിടൂല. മുഅ്മിനീങ്ങൾ അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. കാരണം അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള മുഅ്മിനിനെ തൊട്ടവൻ അനുഭവിക്കാണ്ട് ദുനിയാവൊന്നും പോവില്ല. ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് എല്ലാവരും. എവിടെ രഥവും വാളും വടിയും ഗതേലും പിടിച്ചിട്ട് വന്നവരല്ല ഇവിടെ. അങ്ങനെ എല്ലാവരും പോവുള്ളൂ. ഒരു ടെൻഷനും മുഅ്മിനീങ്ങൾക്ക് വേണ്ട. നമ്മളെ ക്വാളിഫിക്കേഷൻ റെഡിയാക്കിയാൽ മതി, എത്രയേ ഉള്ളൂ.
അള്ളാഹു മൻസൂർ ഹബ്ബാബ്, അള്ളാഹുവേ ഹബ്ബാബിനെ സഹായിക്കണേ അല്ല. ഈ പെണ്ണുങ്ങൾക്ക് തലവേദന വന്നു. വൈദ്യന്മാർ വന്നിട്ട് എന്താ പറഞ്ഞെന്നറിയോ? ഇരുമ്പ് ചൂടാക്കിയിട്ട് തലയിൽ ചൂട് പിടിക്കാൻ. ആരാ അത് ചെയ്യേണ്ടത്? ഓളെ അടിമ ആരാ? ഹബ്ബാബ്. ഹബ്ബാബ് നല്ലോണം ചൂടാക്കിയിട്ട് ഓളെ തലക്ക് വെച്ചു കൊടുക്കും. പട്ടി ഓരിയിടുന്ന പോലെ ആ പെണ്ണ് കരയിലത് മക്കാർ കേട്ടു എന്നാണ് താരീഖ്. പട്ടീനെ ഓരിയിടില്ല, കുരക്കലല്ല, തലമുള്ളണ്ടാക്കി ഒരു കൂക്കലുണ്ടല്ലോ പട്ടിക്ക്, അതുപോലെ വേദന സഹിക്കാൻ പറ്റാണ്ട് കൂക്കും. ഹബ്ബാബ് നല്ലോണം ചൂടാക്കിയിട്ട്, നേരത്തെ ഉണ്ടല്ലോ ചിലപ്പോൾ മനസ്സിലാ പകരെല്ലാം ഉണ്ടാവും, വെച്ചിട്ട് അങ്ങനെ വെച്ചു കൊടുക്കും, കുറച്ച് ചൂടാവട്ടെ എന്ന് പറഞ്ഞിട്ട്. ഒരു ദിവസം ഉമർ ഹബ്ബാബിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഹബ്ബാബ്, ഇസ്ലാം വിജയിച്ചു, നമ്മുടെ റസൂല് വാഗ്ദാനം ചെയ്ത പോലെ കിസറയും കൈസറും ഒക്കെ നമ്മളെ കാലിൻ്റെ അടിയിൽ വന്നു, ഇസ്ലാമിക സാമ്രാജ്യം വിസ്തൃതമായി. പക്ഷെ പഴയ ജാഹിലീയത്തിൻ്റെ ദുരനുഭവങ്ങളൊന്ന് പറ ഹബ്ബാബേ. കാരണം ഹബ്ബാബ് അത്ര അനുഭവിച്ച് ഉമറിനറിയാം. ഒന്ന് കേൾക്കട്ടെ, നമുക്കൊന്നുകൂടി ഒന്ന് ഓർക്കാൻ. അദ്ദേഹം നേരെ മുമ്പിൽ വന്ന് എഴുന്നേറ്റ് വന്ന് പള്ളിയിൽ എൻ്റെ കുപ്പായ ഇടുന്ന് പൊതിച്ചു കൊടുത്തു. നോക്കുമ്പോൾ ഇവിടെ ഇറച്ചിയില്ല, വാരിയെല്ലും തോലും മാത്രം, എണ്ണിയെടുക്കാൻ പറ്റും. ഉമർ റളിയല്ലാഹു അൻഹു കരഞ്ഞു. എന്ത് പറ്റി ഹബ്ബാബ്? അപ്പം പറഞ്ഞു, ഉമ്മു അൻമാർ എന്നെ ചെമ്പിൻ്റെ തകിട് ചൂടാക്കിയിട്ട് അതിൽ കിടത്തിയിട്ട് വലിക്കും, എൻ്റെ ശരീരം പഴുത്തിട്ട് കത്തിയിട്ട് ഒഴുകും, എൻ്റെ ചെലവും രക്തവും ഒഴുകിയിട്ട് അതിൻ്റെ ചൂട് കെട്ടുപോകും, പക്ഷെ ഞാൻ കടിച്ചു പിടിക്കും. നാളെ ആഖിറത്തിൽ ഹബ്ബാബ് ഉണ്ടാവും, നമ്മളെല്ലാം കൂടെ നിൽക്കുന്നു. ഹബ്ബാബ് എന്ത് ചെയ്തു? നിൻ്റെ ആയുസ് എന്ത് ചെയ്തു? ഹബ്ബാബ് ഇങ്ങനെ തോന്നിട്ട് കാണിച്ചു കൊടുക്കും. ഇതെന്നെ അനുഭവിച്ച് എൻ്റെ നിങ്ങളെ കഴിയുമ്പോൾ എന്തുണ്ട് കാണിക്കാൻ? കുറേ അടിച്ച് പൊടിയുണ്ട് എന്നല്ലാതെ വേറെ എന്താണുള്ളത്? പറയുമ്പോഴും കേൾക്കുമ്പോഴും നമുക്ക് തോന്നും, പഠിച്ചോണേ ഒന്ന് ശരിയാണല്ലോ, നേരെയാവണല്ലോ. പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾക്ക് നമ്മളെ കഥ മാറി. ഇല്ല മൻഷാ അല്ലാഹ്. അള്ളാഹു വലിയ തൗഫീക്ക് കൊടുത്ത ചില ആളുകളുണ്ട്. അള്ളാഹു ഒരു കൂട്ടത്തിൽ നമ്മളെയും ഉൾപ്പെടുത്തട്ടെ. രണ്ടാമത്തെ ചോദ്യം എന്താ അറിയോ? വഅൻ ശബാബിഹി ഫീമ അബ്ല, യുവത്വം നീ എങ്ങനെ ചെലവഴിച്ചു? വയസ്സായവരും യുവത്വം കഴിഞ്ഞിട്ടല്ലേ ഇങ്ങോട്ട് വന്നിട്ട്. ആയുസിനെ പറ്റി ചോദിക്കുമ്പോൾ തന്നെ ഇരു യുവത്വം പെട്ടല്ലോ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുവത്വം എടുത്തു പറഞ്ഞത് ആ സമയം വിലപിടിപ്പുള്ളതാണ് എന്ന ബോധമുണ്ടാക്കി തരാൻ വേണ്ടിയിട്ടാണ്, പ്രത്യേകം ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് യുവത്വത്തിനെ ദീനു വേണ്ടി കൊടുക്കാൻ പറ്റിയ യുവാക്കൾ മഹാഭാഗ്യവാന്മാരാണ്. അവരെ ഫദീലത്ത് പറഞ്ഞാൽ തീരൂല. റജുൽ ഷാബുൻ നശഅ ഫീ ഇബാദത്തിൽ എന്നാൽ എന്തിലേക്കും പോവാൻ കൊതിക്കുന്ന നഫ്സിനെ അവൻ പിടിച്ച് ദീനിലേക്ക് മാറ്റി തന്നെ അവൻ ചെയ്ത ഏറ്റവും വലിയ സബർ. അതിനെപ്പത്തിൽ ഒന്നും ചെയ്യാനില്ല. ഇസ്ലാം അസ്ഹാബുൽ കഹ്ഫിനെ പറഞ്ഞപ്പോൾ അള്ളാഹു എന്ത് പറഞ്ഞിട്ടാണ് കേൾപ്പിച്ചെന്നത്? കുറച്ച് ആൾക്കാർ നിന്നാ അല്ല, പിന്നെ ഇത് അവൽ ഫിത്തിയത്തു, കുറച്ച് യുവാക്കൾ ഗുഹയിലേക്ക് അഭയം തേടിപ്പോയപ്പോൾ. എന്തിനാ യുവാക്കൾ എന്ന് കുറച്ച് ആൾക്കാർ എന്ന് പറഞ്ഞാൽ പോരാ അള്ളാഹ്ക്ക്? അല്ല, യുവാക്കൾ അത് പറയണം. കാരണം യുവത്വത്തിന് ജീവിതത്തിൽ അത്രയും പ്രാധാന്യമുണ്ട്, ഇസ്ലാമിലും അതേ പ്രാധാന്യമുണ്ട്. വഅൻ ശബാബിഹി ഫീമ അബ്ല, യുവത്വം എന്താക്കി? വയസ്സാകുമ്പോൾ സ്വാഭാവികമായും എന്താവും? മടങ്ങും. വയസ്സാകുമ്പോൾ സ്വാഭാവികമായും നമ്മൾ നല്ലല്ലേ. അയാൾ നസുഹായ തൗബ ചെയ്തു, നല്ല തൗബ ചെയ്തു, കരഞ്ഞു വിളിച്ചു അള്ളാഹിൻ്റെ മുമ്പിൽ. അള്ളാഹു പറയോ, ഓഹോ നല്ല സമയത്ത് കുരുത്തക്കം കാണിച്ചിട്ട് ഇപ്പം വന്നിരിക്കാം? ഒരിക്കലും പറയില്ല. ഗഫർതു ലക വലാ ഉബാലി, പുറത്തേക്കും. യുവത്വത്തിലുള്ള കുരുത്തക്കേട് മൊത്തം കളിച്ചു. അങ്ങനെ വയസ്സായി, ക്ലാസ്സെല്ലാം കേൾക്കാൻ തുടങ്ങി, പള്ളിയുമായിട്ട് കണക്ഷനൊക്കെ ആയി, ടെൻഷൻ ആവലായി, മുമ്പിൽ വന്നിരുന്നു, അള്ളാഹുവെ പറ്റിപ്പോയതാണ്. അള്ളാഹു എന്ത് പറയും? ഗഫർതു ലക, ആയിക്കോട്ടെ അപ്പോൾ ഞാൻ മാപ്പാക്കി. ഓൻ ചാൻസ് ദുനിയാവും കിട്ടി, ആഖിറവും കിട്ടി. ഇനി അത് കണ്ടിട്ട് നമ്മൾ കുറച്ച് കൈയിട്ട് ഇപ്പോഴുടെ കളിയെല്ലാം കളിച്ചിട്ട് ലാസ്റ്റ് നോക്കാം എന്ന് പറഞ്ഞാൽ ആ ലാസ്റ്റ് നമ്മൾ എത്തണം എന്നില്ല. ചിലപ്പോൾ അതിന് മുമ്പ് പോയാൽ കഴിഞ്ഞു, ഖലാസ്. പക്ഷെ അള്ളാഹു മാപ്പ് തരും, അത് ഉറപ്പാണ്. പക്ഷെ യുവത്വത്തെ പ്രത്യേകിച്ച് അള്ളാഹു ചോദിക്കുക തന്നെ ചെയ്യും. അള്ളാഹു മാപ്പ് തരട്ടെ. എവിടെ നിന്ന് എങ്ങോട്ട് എന്തിൽ ഏതിലൊക്കെയാണ് പോകുന്നത് നമ്മൾ, നമ്മുടെ മനസ്സും കണ്ണും കാതും പ്രവൃത്തികളും എല്ലാം. പക്ഷെ അള്ളാഹു റഹ്മാനാണ്. അള്ളാഹു റഹ്മാൻ വറഹ്മതി വസിഅത് കുല്ല ഷൈ. മൂന്നാമത്തെ ചോദ്യം ശ്രദ്ധിക്കണേ. വമാലിഹി, എന്താണ്? സമ്പത്ത്. സമ്പത്തിനെ പറ്റിയുള്ള ചോദ്യം എന്താ അറിയോ? മിൻ ഐന ഇക്തസബഹു, എവിടെ നിന്ന് സമ്പാദിച്ചു? പറയേണ്ടി വരും. അറബിനെ പറ്റിച്ചതാ.
ചോദിക്കും. 100 റിയാൽ എടുത്ത് പോക്കറ്റിൽ ഇട്ടിട്ട് ഒരു 100 ഉറുപ്പിക എടുത്തിട്ടുണ്ടേ, നമ്മൾ തമാശക്ക് പറയുന്നത്, എന്നാലും എന്ന് പറഞ്ഞ് അറിവിനോ ഞാൻ പറഞ്ഞിട്ടുണ്ട്. മിൻ ഐനക്തസബ, എവിടുന്ന് സമ്പാദിച്ചു? ഹലാൽ. എൻ്റെ പൊന്നു മുഅ്മിനീങ്ങളെ, ഹലാൽ ഹലാൽ ഹലാൽ. അതിൻ്റെ അപ്പുറത്തേക്ക് പോണ്ട, ഡേഞ്ചർ, അപകടമാണ്. കാരണം ഹറാമിൻ്റെ ധനത്തിലുണ്ടാകുന്ന രക്തത്തുള്ളികൾ ഒരിക്കലും സ്വർഗത്തിൻ്റെ വഴിക്ക് സഞ്ചരിക്കൂല. ഒരു സംശയം വേണ്ട. മക്കൾക്ക് ഹറാമ് കൊടുത്താൽ പ്രതീക്ഷിക്കുകയേ വേണ്ട, അവർ നേരെ വഴിക്ക് വരൂല. റസൂലുള്ളാഹി പറഞ്ഞതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാളുടെ ദുആ ചെയ്യാനുള്ള, സ്വീകരിക്കാനുള്ള എല്ലാ സബബുകളും യോജിച്ചു വന്ന ഒരാൾ, റജുലുൻ അശ്അസ അഗ്ബറ, അർബഈൻ നബിയിൽ പഠിച്ച നമ്മൾ ഹദീസ്. താടിയും മുടിയും ജട പിടിച്ച, ശരീരത്തിനും വസ്ത്രത്തിനും ചേറ് പിടിച്ച ഒരു യാത്രക്കാരൻ. യുതീലു സഫറ, ദീർഘദൂര യാത്രക്കാരൻ. പിന്നെയോ യമുദ്ദു യദൈഹി ഇല സമാ, കൈ ഇങ്ങനെ ആകാശത്തേക്ക് പൊക്കിയിട്ടുണ്ട്. വയഖൂൽ യാ റബ്ബ് യാ റബ്ബ്, റബ്ബേ റബ്ബേ എന്ന് വിളിക്കുന്നുണ്ട്. ഇതെല്ലാം ദുആ സ്വീകരിക്കാനുള്ള അസ്ബാബുകളാണ്. യാത്ര ദുആ സ്വീകരിക്കപ്പെടും. അതേപോലെ ബലഹീനമായ അവസ്ഥ സ്വീകരിക്കപ്പെടും. അതുപോലെ തന്നെ കൈ പൊക്കുക ദുആ സ്വീകരിക്കാനുള്ള സൗകര്യപ്പെട്ടതാണ്. പിന്നെ യാ റബ്ബ് എന്ന് വിളിക്കുക, അള്ളാഹ് വിളിക്കുന്നതിന് പകരം യാ റബ്ബ് എന്ന് വിളിക്കുക, ഇതെല്ലാം അസ്ബാബിൽപ്പെട്ടതാണ്. പക്ഷേ മൽബസുഹു ഹറാം, ധരിച്ച വസ്ത്രം ഹറാമാണ്. മത്അമുഹു ഹറാം, ഭക്ഷണം ഹറാം. മശ്റബുഹു ഹറാം, വെള്ളം ഹറാം. വഗുദിയ ബിൽ ഹറാം, ഹറാമിനാണ് അവൻ വളർത്തപ്പെട്ടത്. ഫഅന്നാ യുസ്തജാബു ലഹു, അവൻ എവിടെ നിന്ന് ഉത്തരം കിട്ടാൻ? കൈമലർത്തി എവിടെ നിന്ന് ഉത്തരം കിട്ടാൻ? അവൻ്റെ ദുആ ഖബൂലാവൂല, അവൻ്റെ അമല് ഖബൂലാവൂല, എല്ലാം പാഴായി പോകും. അതുകൊണ്ട് മിൻ ഐനക്തസബ, എവിടെ നിന്നാണ് സമ്പാദിക്കുന്നത്? സമ്പാദിക്കുന്നതിന് വരുമാന മാർഗം എന്താണ്? ബാങ്കുമായി ബന്ധപ്പെട്ട കച്ചവടങ്ങൾ ഉണ്ടാവും. ഓടി, പിന്നെന്താ, ലോണ്, എങ്ങനത്തെ കുറേ പേരുകളുണ്ടായി, കറക്റ്റ് എനിക്ക് അറിയില്ല. പക്ഷെ എന്നിട്ട് ചില പണ്ഡിതന്മാർ, എൻ്റെ ചെവി കൊണ്ട് കേട്ട വാർത്ത ഞാൻ പറയുന്നിട്ടോ, ചില പണ്ഡിതന്മാർ ന്യായീകരിച്ച് കൊടുക്കുന്ന എന്തെന്നറിയോ? നിങ്ങൾ ഗവൺമെൻറ്റിന് ടാക്സ് അടക്കുന്നില്ലേ, അപ്പോൾ നിങ്ങൾക്ക് ലോൺ ഉണ്ടെങ്കിൽ ഗവൺമെൻറ്റിന് ആ ലോണ് കാണിച്ചു കൊടുത്താൽ ആ ടാക്സ് എന്ത് ചെയ്യും? അവർ കട്ട് ചെയ്യും. അത് അവർ ബാങ്കിന് കൊടുക്കും. അപ്പോൾ നിങ്ങളല്ല കൊടുക്കുന്നത്, വേറെ ആരാ കൊടുക്കുന്നത്? പലിശ കൊടുക്കുന്ന ആരാ? ഗവൺമെൻറ്റാണ് കൊടുക്കുന്നത്, നിങ്ങളല്ല. അതുകൊണ്ട് അത് തൽക്കാലം നമുക്ക് എന്തില്ല, പ്രശ്നമൊന്നുമില്ല. വേറൊരു മഹാപണ്ഡിതനെ കണ്ടു. പക്ഷെ ആ മഹാപണ്ഡിതനോട് ചോദിച്ചു, എല്ലാ ഉസ്താദേ, ഈ ഓടിയെടുക്കുന്നതിൻ്റെ, കാരണം ആ മഹാപണ്ഡിതൻ ഒരു കച്ചവടക്കാരൻ്റെ പാർട്ട്ണർ, നമുക്കറിയാം. ഈ മഹാപണ്ഡിതൻ പറഞ്ഞു, ചോദിച്ചപ്പോൾ നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം, ഇതിൻ്റെ സ്ഥലമില്ലല്ലോ, ഒരു കല്യാണ വീട്ടിൽ നിന്നാണ്, കല്യാണ വീട്ടിൽ നിന്നൊക്കെ ഇങ്ങനത്തെ ചോദിക്കുന്നത്, നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം, ആയിക്കോട്ടെ, അസ്സലാമു അലൈക്കും. പിന്നെ ആ പണ്ഡിതൻ്റെ ഒറ്റ ക്ലാസ് ഞാൻ ഫേസ്ബുക്കിലും യൂട്യൂബിലും കേട്ടിട്ടില്ല. അള്ളാഹു നമ്മളെയൊക്കെ കാക്കട്ടെ. കാരണം മനുഷ്യന്മാരാണ്, ആരും എപ്പോൾ പെട്ടുപോകുന്നു പറയാൻ കഴിയില്ല. പക്ഷെ എല്ലാവരും സൂക്ഷിച്ചേ പറ്റൂ, ശ്രദ്ധിച്ചേ പറ്റുള്ളൂ. മിൻ ഐനക്തസബ, നീ സമ്പാദിക്കുന്ന ഇവിടുന്നാണ്. ഏറ്റവും നല്ല ഹലാലായ സമ്പത്ത് ഏതാ? കച്ചവടക്കാരെ സമ്പത്താണ്, കച്ചവടക്കാരെ സമ്പത്താണ്. തലയും സമയവും ഊർജവും പടാപ്പാട് വിട്ട് അധ്വാനിച്ചുണ്ടാക്കുന്ന ഹലാലായ പൈസ, അതാണ് ഏറ്റവും കൈകൊണ്ട് അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസ. മൂലാമല പൈസയോ? നിങ്ങളെ മനസ്സ് പറയുന്നുണ്ടാവും, മൂലാമാർക്ക് എന്ത് പണി? എല്ലാവരും നിസ്കരിക്കണം, അയാൾക്ക് നിസ്കരിക്കണം, അയാളൊന്ന് മുമ്പിലോട്ട് നിന്നാൽ പോരെ. പിന്നെ എല്ലാവരും പതുക്കെ ഓതുമ്പോൾ അയാൾക്ക് ഉറക്കം ഓതണം. പിന്നെ അയാൾക്ക് ക്ലാസ് എടുക്കണം, അയാൾക്ക് പിന്നെ വേറെ എന്താ പണി? പിന്നെ നല്ല നോമ്പ് പറ, നല്ല ഫുഡ്. 8 കൊല്ലം കഷ്ടപ്പെട്ട് സാമ്പാർ പിടിച്ചത് നമ്മൾ, അതാരും അറിയുന്നില്ല. സാമ്പാർ എന്നല്ല പറഞ്ഞാൽ കടലാക്രമണം പിടിച്ച സാമ്പാറാണ്. ഇവിടെ വെച്ചാൽ ആടെ നിൽക്കും, അങ്ങനത്തെ സാമ്പാറാണ് കുടിച്ചത് 8 കൊല്ലം. റൊട്ടി എന്നെല്ലാം പറഞ്ഞാൽ 1 മണിക്കൂർ കഴിഞ്ഞാൽ ആ റൊട്ടിനെ കൊണ്ട് തലക്കടിച്ചാൽ തല പൊട്ടും. അങ്ങനത്തെ റൊട്ടിയാണ് കുടയിൽ നിന്ന് കിട്ടുക തിന്നാൻ 2 നേരം. ഇറച്ചിക്കറി കിട്ടും വൈകുന്നേരം, 4 മണിക്ക് ഫുഡ് കിട്ടും. അതിലൊരു ഇറച്ചി കഷ്ണം കിട്ടിയാൽ സല്യൂട്ട് ചെയ്യാം നമുക്ക് ഇറച്ചി കഷ്ണത്തിന്. കാരണം ആഴ്ചക്ക് ഒരിക്കലും കിട്ടിയാലായി, അൽഹംദുലില്ലാ. മാ തുജേ സലാം എന്ന് പറയുന്നില്ലേ, ഇറച്ചി കഷ്ണമേ തുജേ സലാം എന്ന് പറഞ്ഞിട്ട് തിന്നാം, സ്വാദോടെ തിന്നാം. കഷ്ടപ്പെട്ടല്ലേ? അതിന് പകരം അള്ളാഹു നിങ്ങളെ ഏൽപ്പിച്ചു. ഇപ്പോൾ നോമ്പറക്ക്, അപ്പുറത്ത് ബിരിയാണി, അപ്പുറത്ത് മട്ടൻ, അപ്പുറത്ത് പത്തിരി. അൽഹംദുലില്ലാ, അള്ളാഹു നിങ്ങൾക്ക് വാരിക്കോരി തരട്ടെ. എന്തേ ഇത് മൂലാന്മാർക്ക് തിന്നാൻ കൊടുക്കാൻ എല്ലാവർക്കും ഒരു മടി. നമ്മൾ ഉസ്താദ് എപ്പോഴും പറയും,
അരെ ഭായ് ക്യാ ഡർത്തേ ഹോ, ഇതിങ്ങനെ ഹദീസ് പറയുമ്പം ക്യാ ഡർത്തേ ഹോ, अपने कुफ़ार को अल्लाह वाला अल्लाह खिलाते हैं, तुम आपको नहीं खिलाएंगे क्या? നമ്മളോട് കാഫിര്യങ്ങൾക്കും നിഷേധികൾക്കും കമ്മ്യൂണിസ്റ്റുകാർക്കും വരെ വയറ് നിറച്ചും കൊടുക്കുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഏറ്റവും കൂടുതൽ വയറ് ചാടിയ മനുഷ്യന്മാരാരാ? എൻ്റെ വയറ് നോക്കിയിട്ട് പറയല്ല, പൊതുവെ ആരാ വയറ് ചാടിയ മനുഷ്യന്മാരാരാ? മുലമറിയിക്കും. അങ്ങനെ തന്നെ അള്ളാഹു തിന്നാൻ കൊടുക്കുന്നു, അവർ തിന്നുന്നു. പക്ഷേ ഇഖ്ലാസ് ഉണ്ടെങ്കിൽ രക്ഷപ്പെട്ടു പോകും. കാരണം ഇതിനേക്കാളും വലിയ ജോലി പറയില്ല. കാരണം ഇത്രയും ആൾക്കാർ ചെയ്ത അമലിൻ്റെ കൂലി ഈ ഇമാമിനുണ്ട്. എന്താ സംശയം? അവർ ഉപദേശകരാണ്. ഇഖ്ലാസ് ഉണ്ടെങ്കിൽ രക്ഷപ്പെടുന്നുള്ള കാര്യം ഒരു ഇന്നമ യഖ്ഷല്ലാഹ മിൻ ഇബാദി അൽ ഉലമ. എന്നാൽ നേരെ തിരിച്ചുകൊണ്ട് അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. നേരെ ഉൾട്ടയുണ്ട്. ഏറ്റവും വൃത്തികെട്ട വർഗം ഉലമാഉഹും ശർറു മൻ തഹ്ത അദീമിസ് സമാ. സാന്ദർഭികമായിട്ട് പറഞ്ഞതേ ഉള്ളൂ. പക്ഷേ മിൻ ഐന ഇക്തസബഹു, എവിടെ നിന്നാണ് സമ്പാദിച്ചത്? വഫീമ അൻഫഖ, അതും ചോദ്യം ഉണ്ടാവും. കിട്ടിയ മാത്രമല്ല, അത് ചെലവാക്കിയത് എവിടെ? അതിനും കണക്ക് കൊടുക്കണം. അല്ലാഹുക്ക് കൃത്യമായിട്ട് കൊടുക്കണം. അതായത് നമ്മുടെ കീശയിൽ 500 രൂപ ഇട്ട് രാവിലെ പുറത്തിറങ്ങി 2000 രൂപ പോക്കറ്റിൽ ഇട്ടിട്ട് ഇറങ്ങി മാർക്കറ്റിൽ പോയി. തിരിച്ച് പുറക്കേക്ക് വരുമ്പോഴേക്ക് 250 ബാക്കിയുള്ളൂ. ബാക്കി പൈസ അവിടെ പോയി. നമ്മൾ മീൻ വാങ്ങി, ഇറച്ചി വാങ്ങി, പച്ചക്കറി വാങ്ങി, അത് വാങ്ങി, ഇത് വാങ്ങി, എന്നാലും ഒരു 2-3 രൂപ, 2 രൂപ അല്ല പോട്ടെ വിട്ട്. പക്ഷെ റബ്ബ് അത് വിടില്ല. പക്ഷെ അള്ളാഹു അത് വിടൂല. തന്നതിന് കൃത്യമായിട്ടുള്ള മറുപടി കൊടുത്തേ പറ്റുള്ളൂ. കാരണം നമ്മൾ ചിലവാക്കിയത് നമ്മളല്ല മറന്നത്. ആരും മറന്നിട്ടില്ല. ഇതുണ്ട് അല്ലാഹു ലാ യൻസ, അള്ളാഹ് മറന്നിട്ടില്ല. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് എടാ പൈസ ചിലവാക്കിയത്. അള്ളാഹു മാപ്പ് തരട്ടെ. പിന്നെന്താന്ന് വെച്ചാൽ സദഖ ചെയ്യുക, തൗബ ചെയ്യുക. പടച്ചോനെ എന്തെല്ലോ ആയിപ്പോയിട്ടുണ്ട്, മാപ്പാക്കി തരണം. വേറെ ഒരു വഴിയില്ല. കാരണം എന്തെല്ലോ അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്ന കാര്യം ഉറപ്പാണ്. പൈസ എടല്ലോ പോയിട്ടുണ്ട്. തൗബയല്ലാതെ അത്തൗബ തഹ്ദിമു മാ ഖബ്ലഹ. മനസ്സറിഞ്ഞ് അല്ലാഹുവോട് മാപ്പ് ചോദിച്ചാൽ എല്ലാം കളഞ്ഞു തരും, ഒരു പ്രശ്നമില്ല. പക്ഷേ വഫീമ അൻഫഖ, അല്ലെങ്കിൽ കൃത്യമായിട്ട് ചോദിക്കും എവിടെയാണ് ചെലവാക്കിയത്. അവസാനമായിട്ട് അള്ളാഹു ചോദിക്കും ക്ലാസ് എടുക്കുന്ന ഉസ്താദിനോടും നിങ്ങൾ ഓരോരുത്തരോടും, വമാദാ അമില, എന്ത് പ്രവർത്തിച്ചു, ഫീമ അലിമ, നീ അറിഞ്ഞ അറിവനുസരിച്ച് എന്ത് അമൽ ചെയ്തു. കേട്ടിട്ട് ഇതിലേ വിട്ടോ, അല്ല പറഞ്ഞിട്ട് ഇതിലേ അങ്ങ് വിട്ടോ, അതല്ല കേട്ടവരും പറഞ്ഞവരും അമൽ ചെയ്തോ ഇല്ലേ. കളവ് പറയാൻ കഴിയില്ല. കാരണം അമലിൻ്റെ ലിസ്റ്റ് അവിടെ ഉണ്ട്. നഹ്നു നൻസ വല്ലാഹു ലാ യൻസ. നമ്മൾ മറക്കും, പക്ഷെ അള്ളാഹു മറക്കൂല. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ നമുക്ക് തന്ന നസീഹത്താണ് ഇത്. ഈ ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ ലാ തസൂലു ഖദമു ബിനി ആദം, അനങ്ങാൻ കഴിയില്ല. മറുപടി കൊടുക്കാൻ നമ്മുടെ കൈമൽ മറുപടി ഉണ്ടെങ്കിൽ, തൗബ ചെയ്തിട്ട് എല്ലാം ക്ലിയറാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതുണ്ടല്ലോ ആൾക്കാരെ കണ്ട് CAൻ്റെ അടുത്ത്, CA എന്താ പറയുക, ബിസിനസ്സുകാരെ ഇത് കണക്ക് റെഡിയാക്കുന്ന ആളാരാ? CN അല്ലേ. ഓനെ കണ്ട് ഓനെല്ലാം റെഡിയാക്കി വെച്ചാൽ എനിക്ക് കൊണ്ടേ കൊടുത്തു കൊടുക്കാൻ പറ്റും, പ്രശ്നമില്ല, ഒന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ പോലെ തൗബ ചെയ്ത് സുഖമെല്ലാം ചെയ്ത് എല്ലാം ക്ലിയറാക്കി വെച്ചിട്ടാണെങ്കിൽ ഇതാ എൻ്റെ ആയുസ്, എൻ്റെ യുവത്വം, എൻ്റെ പണം കിട്ടിയത് കൊടുത്തത്, പിന്നെ എൻ്റെ അമല് പാസ്സാണെങ്കിൽ മലക്കുകൾ പറയും തൂബാലക്കും വഹസ്നു മആബ്, ജയിച്ചു മോനെ ജയിച്ചു. നീ ശ്രദ്ധിച്ചു, സബർ ചെയ്തു, മുറുക്കി പിടിച്ചു, വളരെ ഗൗരവത്തിൽ ജീവിതത്തെ കണ്ടു, ഇനി ഒന്നുമില്ല. ഹസ്നു മആബ്, മടക്കസ്ഥാനം വളരെ നല്ല സ്ഥലമാണ്, സ്വർഗമാണ്. ഒരു കണക്കുമില്ല, ഒരു എഴുത്തുകാരനുമില്ല, ഒരു നോക്കുന്നവനുമില്ല, ഒരു CCTV ഇല്ല, ഒരു ക്യാമറയില്ല, ഒരു സംഗതിയുമില്ല. അള്ളാഹു നസീബാക്കി തരട്ടെ. ലക്കും ഫീഹ മാ തഷ്തഹി അൻഫുസുക്കും, നിങ്ങളുടെ നഫ്സ് എന്ത് ആഗ്രഹിക്കുന്നോ അതാണ് ഉണ്ട്. പെണ്ണുങ്ങൾക്ക് മാപ്പിളമാരുണ്ടാവുമോ? നമുക്ക് ഹോൾഡിങ്ങളുണ്ടല്ലോ, ഉണ്ടാവും. അതിൻ്റെ തെളിവിതാണ് മാ തഷ്തഹി അൻഫുസുക്കും. ഇനി ഓൾ ആഗ്രഹിക്കുകയാണ് എനിക്കൊരു മാപ്പിളിനെ കൂടി വേണം, എന്താ കൊടുക്കും, സ്വർഗമാണ്. അപ്പം നമ്മളുണ്ടാവില്ലേ? നമുക്ക് വേറെ പാടുണ്ടല്ലോ, 70,000 വേറെ ഉണ്ടല്ലോ. പിന്നെ അതിനെപ്പറ്റി ഒരു ടെൻഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനവും ബാർഗിനൊന്നുമില്ല. എനിക്ക് മാപ്പിള കിട്ടിയാ മാഷാ അല്ലാഹ്, കാരണം അല്ലാഹ് കൊടുത്തു. കാരണം അവിടെ എന്തില്ല, വനസഅന മാ ഫീ സുദൂരിഹിം മിൻ ഗില്ലിൻ ഇഖ്വാനൻ
അലാ സുറുരിൻ മുതഖാബിലീൻ. ഇതിൻ്റെ ഉള്ളിന്ന് ആ ചതിയും കുശുമ്പ് ദേഷ്യം വെറുപ്പ് അങ്ങനത്തെ എല്ലാം എടുത്ത് കളഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റുള്ളൂ. പിന്നെ അത് ആ സംഗതി എന്താന്ന് തന്നെ അവിടെ ഇല്ല. എല്ലാവരും ചങ്ങായിമാർ അലാ സുറുരിൻ മുതഖാബിലീൻ. ചാര് കസേമ ഇരിക്കുന്നുണ്ടാവും. അപ്പം നമ്മൾ ഓളുണ്ടാകുമ്പോൾ ഓരോരുത്തരുടെ കൂടെ ഇങ്ങനെ പോകുന്നു. അസ്സലാമു അലൈക്കും വലൈക്കും സ്സലാം പോയിട്ട് വാ ഉണ്ടല്ലേ. അപ്പോൾ ഓള് നോക്കുമ്പോൾ നമ്മളിപ്പുറത്ത് വേറെ രണ്ടാളുണ്ടാവും. നിങ്ങൾക്ക് ഉണ്ടല്ലേ? ഉണ്ട് അൽഹംദുലില്ലാഹ്, റാഹത്തൊന്നും പ്രശ്നമില്ല. മാ തശ്തഹി അൻഫുസുക്കും വലക്കും ഫീഹാ മാ തദ്ദഊൻ. ഇത് അല്ലാഹ് പറഞ്ഞത് എന്തിനാ? പ്രേരിപ്പിക്കാനാണ്. അങ്ങനത്തെ ഒരു രംഗം നിങ്ങൾ കാഴ്ചയിൽ സങ്കല്പിച്ച് നോക്കി. സ്വർഗം നമുക്ക് സങ്കല്പിക്കാൻ പറ്റൂല. സ്വർഗത്തിലുണ്ടെന്ന് പറഞ്ഞ സംഗതികൾ കൊതിക്കാണ്ടിരിക്കുമോ ആഗ്രഹിക്കാണ്ടിരിക്കുമോ? അള്ളാഹു നസീബാക്കി തരട്ടെ. പരിശുദ്ധ റമദാൻ ചാൻസാണ്. നഫ്സിന് തർബിയത്ത് കൊടുത്ത് ഒരുക്കാനുള്ള ചാൻസാണ്. ഉപയോഗപ്പെടുത്തിയവൻ ഭാഗ്യവാൻ. ബാക്കി ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ പറയാം. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.